വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. പിന്നെ വണ്ടി സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ये क्या बोल रहे हैं आप लोग? ये क्या है? हमारा इतना पैसा लिया है, ये गाड़ी खराब है. पैसा? चोर चोर है तुम लोग, चोर. क्या चोरो? എടാ ജോർജ് കുട്ടി, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണം. ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയെന്ന് അറിയാവോ? അല്ല, സാറപ്പോ ഡൽഹി പോവല്ലേ? പോകാം. അതെ അതെ, ഞാൻ ഡൽഹി പോവുകയാണ്. പിന്നെ സമ്മതിച്ചു. എടാ, അപ്പൊ നല്ലൊരു തുക അവർക്ക് വാടക കിട്ടില്ലേ? പിന്നല്ലാതെ. അവർക്കപ്പൊ ഇത്രയും നല്ലൊരു കോള് വന്ന കാര്യം എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാ? ചേടാ, ഇവരെന്താണ് ഈ ഫോൺ എടുക്കാത്തത്? ആ ഔസേപ്പിന്റെ വീടിനടുത്തുള്ള നമ്മുടെ പറമ്പില്ലേ, ആ സ്ഥലത്ത് ഒരു ഗോഡൌൺ പണിയുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അല്ല, അതാർക്കോ റെന്റിന് കൊടുക്കാനെന്നല്ലേ പറഞ്ഞത്? അതിനല്ലേ ഗോഡൗൺ പണിയുന്നത്? അതില് ഇവൻ ജോർജ് കുട്ടിക്ക് എന്താ ഇടപാട്? അത് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതേ ഈ ജോർജാ. ചേട്ടത്തിയായിട്ട് ഇന്നലെ ATM മുന്നിൽ നിൽക്കുന്ന കണ്ടു. അല്ല, അത് അവന് കുറച്ച് കാശ് എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നതാ. നല്ലവനാ അവൻ. ഏതായാലും കൊള്ളാം, ഒരു ഡിസ്റ്റൻസ് ഒക്കെ എപ്പോഴും ഇടുന്നത് നല്ലതാ. എന്നിട്ട് ഗോഡൗണിന്റെ കാര്യം എന്തായി? അത് ഇന്നലെ പാർട്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവര് വന്നില്ല. അവര് ഡൽഹിക്കോ മറ്റോ പോയിരിക്കുക. അടുത്ത ആഴ്ചയിലേ തിരിച്ചു വരൂ. നീ ATM മുമ്പിൽ വെച്ച് ഞങ്ങളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഇന്നലെ? അവൻ ഇന്നലെ പറമ്പിൽ വെച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അതെടുത്തു കൊടുക്കാൻ വേണ്ടി ATM പോയതാ. കമ്മീഷൻ കൊടുക്കുമ്പോ അത് കുറച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ചേട്ടത്തി ഇതുവരെ പാർട്ടി കണ്ടിട്ടില്ലേ? ഇല്ല, എല്ലാ ഏർപ്പാടും ഈ ജോർജല്ലേ ചെയ്തിരിക്കുന്നേ. അവരെ ഇവൻ കണ്ടിട്ടുണ്ട്. അല്ല, അവര് ഡൽഹിയിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ തമ്മിൽ കാണുവേ. പിന്നെ ഇന്നലെ ഞാൻ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചായിരുന്നു. ഏയ്, എനിക്കിതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എന്താടാ ജോയി? അടുത്ത പ്രാവശ്യം അവരുമായിട്ട് സംസാരിക്കുമ്പോ ഞാനും വരാം. ആ, ഞാൻ നിന്നെ വിളിക്കാം. എങ്കിൽ ശരി എടുത്തി, ഞാൻ പോട്ടെ. ആ, കേറി വാടാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട എടുത്തി, ഓ അത് പിന്നെ ആവാം. ശരി എടുത്തി. എടാ തോമസേ. ജോയി, എടാ നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? എടാ, നീ ആ അന്നാമിച്ചെടുത്തി അറിയില്ലേ? എന്ത് ചോദ്യം ഇത്? നിന്റെ ചേട്ടൻ പത്രോസിന്റെ ഭാര്യയല്ലേ? അതെ, അന്നാമിച്ചെടുത്തി ഒരു സ്ഥലം റെന്റിന് കൊടുക്കാനും പറഞ്ഞിരുന്നില്ലേ? അത് ജോർജ് എന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്താ ജോയി? അല്ല, നിങ്ങൾ ഒരുമിച്ച് കാണാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കാണാറുണ്ടെന്നുള്ള കാര്യം നേരാ. ഞങ്ങൾ പല കാര്യങ്ങളും പറയാറുമുണ്ട്. പക്ഷേ ഇതെന്നോട് പറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ വരട്ടെ ജോയി. എടാ ജോർജ്, നീ ഫോൺ ഓൺ ചെയ്യാൻ ശരിക്കും മറന്നുപോയല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ആ, അങ്ങനെ വരട്ടെ. ഫോൺ ഓഫായിരുന്നു. എടാ ജോർജ്, നീ എന്താണ് ഈ പറയണത്? ഞാൻ എന്തിനു ഓഫ് ചെയ്യണം? എന്നിട്ടും പിന്നെ നീ എന്നെ എന്താ വിളിക്കാഞ്ഞത്? അത് പിന്നെ ആ ചേടത്തി കാശ് തന്നില്ലെന്ന് മാത്രമല്ല, അവര് ഉടക്കി പോവുകയും ചെയ്തില്ലേ. ഓ, അപ്പൊ ആ ഫോണിൽ കൂടി അത്രക്കും ഡെവലപ്പ് ചെയ്തിട്ടും അവരങ്ങനെ വിശ്വസിച്ചിട്ടില്ലേ? ചതിയായിട്ടില്ല. അതേ എടാ, എനിക്കൊരു 5000 രൂപ അത്യാവശ്യം വേണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആ ചേടത്തി എനിക്ക് തന്നാലല്ലേ എനിക്ക് നിനക്ക് തരാൻ പറ്റൂ. എങ്കിൽ പിന്നെ ഞാൻ വരച്ചടാ.
ചേടാ, ഇനിയിപ്പൊ മനഃപൂർവ്വം ഇവരെന്നെ ഒഴിവാക്കിയതാണ്. ഇപ്പൊ കാശ് കിട്ടിയില്ലെന്ന് ആദ്യം പോയി എടാ, അതെ. നോക്കാം. ഈ നിന്റെ അടുത്തൊരു 1000 രൂപ റോൾ ചെയ്യാനുണ്ടാവൂ. എടാ, നിന്റെ അടുത്ത് 5000 രൂപ ചോദിച്ചിട്ട് ഞാൻ നിന്റെ 1000 രൂപ ഞാനേ കൊടുത്തിട്ട് എന്റെ അമ്മോ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം. ഇനി കാശ് കിട്ടിയെന്ന് വിശ്വസിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം എൻ്റെ അടുത്ത് 1000 രൂപ ചോദിച്ചതാണോ? അതെന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കാം. ആ, അതിന് വഴിയുണ്ട്. അല്ല, ജോർജിനെ അന്വേഷിച്ച് ഇവിടെ വരാൻ കാരണം എന്താ? അല്ല, അത് പിന്നെ ചേർത്തിയുടെ പറമ്പ് റെന്റിന് കൊടുക്കുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നു. ആ. അങ്ങനെ ഞാൻ പറമ്പിൽ ചെന്നു. ആ. അവിടെ കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ പറമ്പിൽ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവുകയും ചെയ്തു. അയ്യോ, അവൻ പോയോ? ചേടാ, ഇനി ഞാൻ അവനെ എവിടെ പോയി നോക്കും? ഫോണിൽ വിളിക്ക്. ഫോൺ ഓഫാണ് ചേച്ചി. ആ, അത് പറയ്. അപ്പൊ ഫോണിനാണ് തകരാറ്. അവനെ കാണുമ്പോഴേ ഒരു പുതിയ ഫോൺ മേടിക്കാൻ പറ. അല്ല, അവനെ കാണേണ്ട ഇത്രയ്ക്ക് അത്യാവശ്യം എന്താ? അത് ഇന്നലെ ഞങ്ങളെ ആ, ആ, ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോ ആ. കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന് അവനോട് പറഞ്ഞായിരുന്നു. ഉം. ഇപ്പൊ പൈസ ഞാൻ കുറച്ച് സ്ഥലത്ത് ഓടി കിടന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ. ഇപ്പൊ അത് കൊടുക്കാൻ ഞാൻ അന്വേഷിച്ച് നടക്കുക. ഇനി കാശ് ഞാൻ അവനെ എങ്ങനെ കൊടുക്കും? ആ, നീ ഇനി അതോർത്ത് വിഷമിക്കണ്ട. അവന് ആവശ്യമുള്ള പണം 10000 രൂപ ഞാൻ ATM ന്ന് എടുത്ത് അവന് കൊടുത്തിട്ടുണ്ട്. നേരാ? ആ, അതെ. എന്താ? അല്ല, അത് ഇനി എന്റെ പണം അവന് ആവശ്യം വരില്ലല്ലോ. അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നേരെ. എന്തായാലും അവന് എനിക്ക് തരാനുള്ളതാണല്ലോ. ഏ, ഇതെവിടെ പോയി? ചേടാ, ഏ, സാറേ, ആ, താനെന്താ ഇവിടെ? അല്ല, ഞാനൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പ്രശ്നം? അല്ല, സാറിനൊന്ന് കാണാൻ വേണ്ടിയാ. ആ, കണ്ടില്ലേ? ഇനി എനിക്ക് പോവാമോ? അല്ല സാറേ, ഞാനാ ജോർജ് കുട്ടിയൊന്ന് കാണാൻ വേണ്ടിട്ടാ. ജോർജ് കുട്ടിയോ? ആ, ജോർജ് കുട്ടിയെ കാണാൻ ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ? അവനെ കാണണമെങ്കിൽ അവന്റെ നമ്പറിൽ വിളിക്കണം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ചെല്ലണം. അല്ല, സാറിന്റെ കാറിന്റെ സെയിലിന്റെ കാര്യത്തിനേ സാറിനെ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. വീട്ടിൽ പോയിട്ട് അവിടെ ഇല്ല. ഇപ്പൊ സാറിങ്ങോട്ട് കയറിപ്പോണ ഞാൻ കണ്ടായിരുന്നു. അതാണ് ഞാൻ കാത്തു നിന്നത്. എൻ്റെ ചങ്ങാതി, അവൻ എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഷോ, ഇനി അവൻ എവിടെ പോയി അന്വേഷിക്കും ഞാൻ? വേറൊന്നുമില്ല സാറേ, ഇന്നലെ കുറച്ച് കാശ് ഒരു 10000 രൂപ കടവായിട്ട് വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നേ. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ അന്വേഷിച്ച് ഒരു കണക്കിലാണ് ഒപ്പിച്ചത്. അതൊന്നും കൊടുക്കാനാ. അതാണ് വിഷയമെങ്കിൽ ഇനി താൻ ടെൻഷൻ ആകണ്ട. അവനൊരു 10000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ, എന്താ? സമാധാനമായി സാറേ. അപ്പൊ ഇനിയിപ്പോ എന്റെ കയ്യിലുള്ള ഈ കാശ്? അതിപ്പോ അവൻ എൻ്റെ കയ്യിൽ നിന്ന് 10000 രൂപ കടമായിട്ടല്ലേ വാങ്ങിച്ചത്. തനിക്ക് വിരോധമില്ലെങ്കിൽ എവിടെ പോയി? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കളിയല്ലേ? 20000 രൂപ ഒപ്പിച്ചെടുത്ത് ഒന്നും കിട്ടിയില്ലെന്ന് എന്നോട് പറഞ്ഞ് അവൻ എന്നെ ഒഴിവാക്കി. കൂടെ നിന്ന് കൊനിഷ്ഠികൾ ഒപ്പിക്കാൻ മാത്രമല്ല, കൂടെ നിന്ന് ചതിക്കാനും ഈ തോമസിനെ അറിയാം. ആ, ഹലോ, ജോയി അല്ലേ?
ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. പ്രഭാഷകൻ 19-ാം അധ്യായം 5-ാം വാക്യം. ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തോമസ് നിനക്കറിയാലോ, എൻ്റെ ജോയി, ഗോഡവും പണിയാനോ അതിൻ്റെ വാടക തരാനോ അങ്ങനൊരു പാർട്ടി ഇപ്പം ഇല്ല. ജോയിയുടെ ചേട്ടൻ്റെ ഭാര്യ അന്നമ്മ ചേർത്തെ ഇതും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക. അവരെ മാത്രമല്ല, ജോയിയുടെ ചേട്ടൻ ആ പത്രോസ് ചേട്ടൻ്റെ പാർട്ട്ണറായിരുന്ന ആ ആന്റണി ചേട്ടനെയും അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇരുവരുടെയും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാക്കി പറയുക ഇവൻ്റെ മെയിൻ പണി. ഇപ്പൊ ജോയി വിചാരിക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് പണം തരാഞ്ഞതുകൊണ്ടല്ലേന്ന്. അതെ, അത് തന്നെയാണ്. ഈ പരിപാടിക്കേ ഫോണിലൂടെയും അല്ലാതെയൊക്കെ ആയിട്ട് സഹായം ചെയ്യുന്ന എന്നെ ആദ്യമൊക്കെ ഇവൻ സഹായിക്കുമായിരുന്നു. ദേ ഇപ്പം ഉണ്ടല്ല, അവൻ കണ്ണിച്ചോഴത്ത് അവനുണ്ടല്ല 10 പൈസ പോലും തരില്ല. അത്രക്ക് വിഷമമാണ് എനിക്ക്, അറിയോ? ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തി 6-ാം അധ്യായം 10-ാം വാക്യം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഹലോ, ആന്റണി ചേട്ടനല്ലേ? അതെ, ആരാ? ഇത് ഞാനേട്ടാ, പത്രോസിന്റെ അനിയൻ ജോയി. എന്താ? എനിക്ക് ചേട്ടനൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ചേട്ടൻ വീട്ടിലുണ്ടാവും? ഉണ്ട്. എന്താ കാര്യം? എല്ലാം ഞാൻ നേരിട്ട് പറയാം. എടാ മാത്യു, ദിനകർ ഭായ്, ദേ ഇവനെ ഞാൻ തിരിച്ചു വരുന്നവരെ വിടരുത്. ബലം പ്രയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കയ്യും കാലും തല്ലി ഒടിച്ചേക്കണം. എന്റെ ജോയി, നീ ഇത് എന്തൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയണത്? ഈ കയ്യിലും കാലും ഒക്കെ അത്ര വില കളിപ്പിച്ചിട്ടല്ല. ഞാനെങ്ങും പോകുന്നില്ല. എവിടെയാന്ന് വെച്ചാ ജോയി പോയിട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടാവും. ഇനി ഇവർക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാ ഇവരും പോട്ടെ. ദേ എടാ മാത്യു, നീ അവിടെ നിന്നേ. ഇവൻ ഇതല്ല, ഇതിന്റെ അപ്പുറത്തും പറയും. ഇവനിവിടുന്ന് ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. സാറ് പോയിട്ട് വാ സാറേ, നമ്മളിവിടെ ഇല്ലേ? ഇരിക്കട അവിടെ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ ജോയി, സത്യം പറയാം, നീ ഇപ്പം പറയുമ്പോഴാ ഞാനിതെല്ലാം അറിയുന്നതും മനസ്സിലാക്കുന്നതും. എന്നാലും ഞാനും അവൻ്റെ കെണിപ്പെട്ടല്ലോ. വെറുതെ മനസ്സിൽ അന്നാമ്മ ചേച്ചിയോട് ദേഷ്യം കൊണ്ടുവിടുന്നു, നിന്നോടടക്കം. ഞാനും പത്രോസ് ചേട്ടനൊക്കെ എങ്ങനെ കഴിഞ്ഞവരാ? അത് പിന്നെ എനിക്കറിയില്ലേ. ഇവന്മാരുടെ പെരുമാറ്റ രീതിയിൽ എനിക്ക് തോന്നിയ സംശയ അവസാനം ഇതിവിടം വരെ എത്തിയത്. എന്നിട്ടിപ്പോൾ അവന്മാരെവിടെയുണ്ട്? ഒരുത്തൻ തന്നെ വന്ന് പെട്ടു, ഒരുത്തൻ ഇപ്പൊ ഒന്ന് പെടും. അന്നമ്മച്ചി എടുത്ത് ഇപ്പം എവിടെയുണ്ട്? അവിടെ അവസരപ്പേണ്ട പറമ്പിനടുത്തുള്ള ചേട്ടത്തിയുടെ വീട്ടിലുണ്ട്. ചേട്ടന് ധൃതിയില്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാ. എന്ത് ധൃതി ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഇതിൻ്റെ പുറകെ ഞാൻ. നീ കാറിക്കണം. അന്നമ്മച്ചെടുത്തിയ ഇവരെന്തിനാ ഇപ്പൊ വിളിക്കണത്?
ആ ഹലോ. ഹലോ, എടാ ജോർജെ, ഇത് ഞാനാ അന്നമ്മ. ആ മനസ്സിലായി എടുത്തി. ആ പിന്നെ ചേർത്തി കഴിഞ്ഞ ദിവസം ചെയ്തു സഹായം ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആ പിന്നെ ആന്റണി സാറില്ലേ, അയാളുടെ അടുത്ത് ഞാൻ പോയി പോലുമില്ല. അയാൾ എന്നെ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, ഞാനെടുത്തില്ല. എടാ, ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയുമോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും നീ. സോറി ചേട്ടത്തി. ചേട്ടത്തി പറയും, ഇനി ഞാനൊരു അക്ഷരം മിണ്ടില്ല. എന്റെ ആ സ്ഥലത്തിനെ വേറൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഗോഡൗൺ കെട്ടാൻ പോണ സ്ഥലത്താ? ആ അതെ, നിന്റെ പാർട്ടി തരാവെന്ന് പറഞ്ഞതിന്റെ കൂടുതൽ വില അവര് തരുന്നുണ്ട്. അപ്പോ ന്യായമായും ഞാൻ നിന്നോടൊന്ന് പറയണമല്ലോ. പിന്നെ പറയണ്ടേ? പറയണമെന്ന് മാത്രമല്ല, ഇപ്പൊ വന്നേക്കണ പാർട്ടിനെ വിട്ടിട്ടേ സ്ഥലം എന്റെ ഡൽഹി പോയേക്കണ പാർട്ടിക്ക് കൊടുക്കണം. അയ്യോ, അങ്ങനെ അത്രയും കടുപ്പിച്ച് പറയല്ലേ. ഇത് ഞാൻ കടുപ്പിച്ച് പറയൂന്ന് മാത്രമല്ല, ന്യായത്തിന് വേണ്ടി ഞാൻ ആ ശരി ശരി, അതിങ്ങനെ ഫോണിലൂടെ അല്ല പറയേണ്ടത്. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ പറമ്പിലുണ്ട്, നീ ഇങ്ങോട്ട് വാ, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഈ കാര്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാൻ ഞാൻ റെഡിയാണ്. ആ ആ അവന്റെ കളി എന്റെ അടുത്തേ. ഓ, ഇവരൊരു മരമണ്ടി തന്നെ. ഈ തള്ള ഇന്നും എനിക്ക് കാശ് തരേണ്ടി വരും. ഇങ്ങനെ ഒരു ബോൾട്ട് ചേർത്തി, അല്ലെങ്കിൽ തന്നെ ഒരു അഡ്വാൻസ് പോലും കൊടുക്കാതെ ഇതൊക്കെ എന്നോട് വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ട്? വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ടൊരു ജന്മം. എന്തോ കോളടിച്ച മട്ടുണ്ടല്ലോ. ഏയ്, ഇത് കോളൊന്നുമല്ല. ഇത് ഇടിവെട്ടും മഴയും. ഇന്നത്തെ ദിവസം ആകെ സംഭവങ്ങളും ആയിരിക്കുള്ളൂ. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. അല്ല, അന്നമ്മച്ചെടുത്ത് വന്നില്ലേ? ഞാനിവിടെ ഉണ്ടടാ ജോർജെ. ദേ ചേട്ടത്തി, ഈ സ്ഥലം ഞാൻ ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല. ഇത് എന്റെ പാർട്ടിക്ക് തന്നെ കൊടുക്കണം. അത് ചേട്ടത്തി സമ്മതിച്ചാണ്. ജോർജെ, ആ അതിനെന്താ, നീ പറഞ്ഞ പാർട്ടിക്ക് തന്നെ കൊടുക്കാം. നീ പാർട്ടിനെ വിളിക്ക്. അല്ല, അതിനവര് ഡൽഹിയിലല്ലേ? അവരിപ്പോ ഡൽഹിയിലൊന്നും അല്ല. നീ പറഞ്ഞ പാർട്ടി ഇവിടെ കേരളത്തിലുണ്ട്, ഈ പറമ്പിലുണ്ട്. ഇവിടെ? ആ അനുചേട്ടാ, ആ ജേക്കബ് സാറിനെ ഒന്ന് വിളിച്ചേ. ആന്റണി സാർ എന്താ ഇവിടെ? തോമസേ, നീ ഇതെല്ലാം നിന്റെ ജേക്കബ് സാറ്. ഓടിയ കൊല്ലും ഞാൻ. ഈ അന്നമ്മ ചേച്ചിയും എന്നെ നീ പറഞ്ഞു പറ്റിച്ചേ. കാശ് ഒരുവിടെ ഉണ്ടാക്കിയില്ലേ നീ? എന്റെ ചേട്ടത്തി, ആന്റണി സാറേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എടാ, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിൽ ശത്രുത വളർത്തി നീയങ്ങ് വളർന്നു അല്ലേ? പത്രോ സാറിന്റെ അനിയൻ ഈ ജോയി മുൻകൈ എടുത്ത് നിന്റെ തട്ടിപ്പ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോണ്ടല്ലേ ഇന്നിവിടെ നിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയത്. നീ എന്നെ നോക്കണ്ട, എന്നെ നീ ചതിക്കായിരുന്നില്ലേ? ഈ തല്ലോർത്തപ്പോ വള്ളി പുള്ളി വിടാതെ ഞാനങ്ങ് പറഞ്ഞു പോയി. കേട്ടില്ലേ, രണ്ടുപേരും ചതിച്ചും പറ്റിച്ചും മുന്നോട്ട് പോയി. ഒടുവിൽ ഇരുവരും തമ്മിൽ പറ്റിച്ചു. അപ്പൊ അവൻ ഇവനെ ചതിച്ചു. എടാ, ചതിയും വഞ്ചനയൊന്നും ഒരിക്കലും ഒരു കാലത്ത് ശാശ്വതമല്ല. അല്ല, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? രണ്ടുപേർക്കുവേ ഇവരെന്തോ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അത് തരാതെ എങ്ങനെ നിങ്ങൾ വിടുന്നത്? അല്ല അനുചേട്ടാ, പിന്നല്ലാതെ. ദിനകര, മാത്യു, ദേവിന് കൊടുക്കാനല്ലാതെ കൊടുത്തേ. ചെല്ലണങ്ങട്. ജേക്കബ് സാർ.
കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146 അധ്യായം 9 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.